ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഭയങ്കരമായിട്ടൊരു രീതിയിൽ മൂഡ് സിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അവർക്കൊരു ഈ ഒരു സമയത്ത് വളരെ മൂഡ് സിങ്സ് ഉള്ളതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു സമയത്ത് അവരൊരു കാര്യം ആലോചിക്കും, അതിനെ കുറച്ചു സമയം കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു കാര്യം മാറിയിട്ട് വേറെ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ഒരു തീരുമാനം എടുത്തു എന്ന് അവർ തന്നെ വിചാരിച്ചാൽ പോലും ഒരു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് അവർ മാറുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ അവരുടെ ഒരു അവസ്ഥ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് അവർ. അതായത് അവരുടെ ഒരു സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് വെയിറ്റിംഗ് എനർജിയാണ്. പക്ഷെ എങ്കിലും പല തീരുമാനങ്ങളും എടുക്കുമ്പോൾ ഒരു ഫ്ലക്ച്വേഷൻസ് അതിനകത്ത് അനുഭവപ്പെടുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു ചൈൽഡിഷ് ബിഹേവിയർ ആണ്. നമുക്കത് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു കുട്ടികളുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ ചിലപ്പോൾ എന്താ പറയുക, ഭയങ്കര ഫണ്ണി ആയിട്ട് ലൈഫ് എടുക്കുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. അവർക്ക് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഒരു കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ് ഉള്ള രീതിയിൽ ഒരു പോണ പോലെ പോട്ടെ എന്ന രീതിയിൽ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരു പ്ലാനിങ് ഒന്നും ചെയ്ത് പോകുന്നവരല്ല. അങ്ങനെ വലിയൊരു കൺസേൺ ഒന്നും ലൈഫിനെ കുറിച്ച് ഇല്ലാതെ പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്കൊരു ഫ്രീഡം വേണം, നല്ല രീതിയിൽ ഹാപ്പിനെസ് വേണം, അവർക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എപ്പോഴും, അല്ലെങ്കിൽ അവർ ആരെങ്കിലും ഒന്ന് പാമ്പർ ചെയ്ത് പിടിക്കണം. ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അങ്ങനത്തെ ഉള്ള ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇവര് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രശ്നവും. കാരണം ഈ ഒരു വ്യക്തി വളരെ ഇന്നസെന്റ് ആണ് ആയിട്ട് നിൽക്കുമ്പോൾ പല സമയത്തും അത് ഇവർക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൽ 2 ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്, 2 വഴികളുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങളും, ഒരെണ്ണം അവരിപ്പോഴുള്ള ഒരു സിറ്റുവേഷനുമാണ്. അപ്പോൾ ഇപ്പോഴും അവർക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ഇപ്പോഴും അവർ ഈ ഒരു കാര്യത്തിനൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഈ ഒരു പേഴ്സന്റെ എനർജിയിലുള്ളവർ അവർക്കറിയാം നിങ്ങളാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് ചേരുന്നതെന്ന് അവർക്കറിയാം. പക്ഷെ അവരൊരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ അത് മാറും. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്തും ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇവര് നിങ്ങൾക്ക് ഒരു പ്രോമിസ് ഒക്കെ തന്നിട്ട് നിങ്ങളത് വിശ്വസിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇവർ നിങ്ങളോട് അത് മാറ്റി പറയും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നുള്ള ഒരു രീതിയിൽ പോലും അവർ പെരുമാറില്ല അല്ലെങ്കിൽ പറയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവരുടെ ലൈഫിലില്ല. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു സ്റ്റേബിൾ ആയിട്ട് സ്ഥായിയായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നിലനിൽക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല. എപ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു കഥയില്ലാത്ത മനുഷ്യൻ, അവനൊരു കഥയില്ലാത്ത മനുഷ്യനാട്ടോ, അവൻ ഒരു കഥയില്ലാത്ത മനുഷ്യനാട്ടോ എന്ന രീതിയിൽ സംസാരിക്കും. അപ്പൊ ആ രീതിയിൽ ഒരു കഥയില്ലാതെ രീതിയിലുള്ള ഒരു വ്യക്തി ആ രീതിയിലുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തിയെ അവർ തന്നെ ഇറങ്ങിപ്പോയിട്ടുള്ളതല്ല. നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവരങ്ങനെ ഇറങ്ങി തന്നെ പോയിട്ടുള്ളതല്ല. കാരണം അവർ നിർബന്ധിതമായിട്ട് മറ്റൊരു വഴിയിലേക്ക് പോകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത് കൊണ്ട് മാത്രം അവർ പോയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് മറ്റെന്തിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതുപോലത്തെ ഒരു എനർജി അല്ല.
ഇവരാരും ഇവരെ മറ്റുള്ള വ്യക്തികൾ ആരും നിർബന്ധിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റിയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവർ മാറിപ്പോയതാണ്. അവർക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അതായിരുന്നു അവരുടെ ഒരു സിറ്റുവേഷൻസ്. അതങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സോടെയല്ല അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും ഒരു കൺഫ്യൂഷൻസും അവർക്ക് ഇത്രയും ഒരു ആവലാതികളും എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഇപ്പോഴും ഒരു പിടിയില്ലാത്തതിനൊക്കെ കാരണം അതാണ്. കാരണം അവർ മനസ്സുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് പോയവരല്ല. അവരുടെ സാഹചര്യങ്ങളും അതുപോലെ മറ്റു ചില ആളുകളുടെ പ്രേരണകൾ കൊണ്ടും അവർ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് അതിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ, ഇവരെ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയാ, ഇവരെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് പാമ്പറിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കൺസേൺ കൊടുക്കാൻ പറ്റിയ ആരും, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയ കാര്യം അവരുടെ അടുത്ത് ഇല്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവർ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ഇവരെ ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു ആരുടെയും ഒരു സാന്നിധ്യം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് വളരെയധികം ഒരു മൂടിയായിട്ടിരിക്കുന്നു, ഒരു ഉഷാറില്ലാതിരിക്കുന്നതാണ്. അവിടെ നിൽക്കുന്ന സ്ഥലത്ത് അവർക്കൊരു സന്തോഷമില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ടൊക്കെ അവർക്ക് ആ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് ഉണ്ടാകും, വെയിറ്റ് ചെയ്യാം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിനൊരു മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഒക്കെ വിചാരിച്ച് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് സമാധാനിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർക്കിപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിലുള്ള ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള വ്യക്തികളെ വെറുപ്പിച്ചിട്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയില്ല. അതിനുള്ള ഒരു ധൈര്യം അവർക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിനവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് പോലെ തന്നെ എപ്പോഴെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു ഈ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യം മാറി ഇതിനൊരു ഉയർച്ച ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചാരിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് ഇറങ്ങണം എന്ന് ഇവർക്ക് ഉണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കും എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു 2 ഓഫ് പെന്റിക്കിൾസിന്റെ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ അവർ പിന്നെയും വീണ്ടും കൺഫ്യൂസ്ഡ് ആവുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അവർ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു എനർജി കാണുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ ഇവരിപ്പോൾ ഉള്ള സ്ഥലത്തുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇവരെ ഇപ്പോൾ ആരാണോ നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയത് ആ വ്യക്തികളോട് ഇവർക്ക് പേടിയുണ്ട്. അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ടെൻഷനുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ അവരായിട്ടൊക്കെ ഒരു വഴക്കൊക്കെ ഉണ്ടാക്കേണ്ടി വരും, പല കടമകളൊക്കെ ഉണ്ട്, അതൊക്കെ കിടക്കണം. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ഗട്ട്സ് ഇവർക്കില്ല. അതാണ് പറയേണ്ടത്. ഇതൊക്കെ നേരിട്ട് ഒന്ന് ഇതിൽ നിന്ന് സ്വയമേധ ഇറങ്ങി വന്ന് ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ജീവിക്കുമെന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഈ പേഴ്സൺ ഇല്ല ഇപ്പോൾ. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷെ അത് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോൾ ആരൊക്കെയോ വെറുപ്പിക്കേണ്ടി വരും, അത് അവർക്ക് ഒരു പേടിയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അവർ പേടിക്കുന്നുണ്ട്, ആ വ്യക്തികളെ അവർക്ക് പേടിയാണ്. പക്ഷെ നിങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവരുടെ മുഴുവൻ നമുക്കിവിടെ എനർജീസ് കിട്ടുന്നത് പോലെ തന്നെ ഒരു ഏസ് ഓഫ് കപ്സ് ആണ്. ഫുൾ ഓഫ് എനർജീസ് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, സ്നേഹമുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇവിടെ അവർക്ക് അതിനുള്ള ഒരു ധൈര്യം ഇല്ല എന്നാണ് കാണുന്നത്. നമ്മൾ എന്താ പറയുക, ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിനൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെ ചങ്കൂറ്റത്തോടെ ഇറങ്ങി വന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു എനർജി അവർക്കില്ല. അവർക്ക് അതിനുള്ള ഗട്ട്സ് ഇല്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആകും, അല്ലെങ്കിൽ ദൈവമായിട്ട് തീരുമാനിച്ച് എന്നെയും ഈ ഒരു വ്യക്തിയെ ഒരുമിപ്പിക്കും, അല്ലെങ്കിൽ ദൈവമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ വിചാരിച്ച് അവരിങ്ങനെ വെയിറ്റ്, അല്ലെങ്കിൽ കാലചക്രം തിരിയുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരും, എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവർ കൂടുതലായിട്ടും അവർക്ക് തന്നെ എക്സ്ക്യൂസസ് കൊടുക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പല കാര്യങ്ങളിലും ഇവരെ പേടിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇവർക്ക് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആരുടെ അടുത്താണോ അവരുള്ളത്, ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത്
അവരിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഒരു പേടി ഉള്ളതായിട്ട് കാണുന്നത്. അവരിൽ നിന്ന് വീണ്ടും അത് ഉണ്ടാകുമോ, ഒരിക്കൽ കൂടി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഇനി ഉണ്ടാവാനായിട്ട് അവർക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അവര് മുന്നിലേക്ക് വരുമ്പോൾ അവർക്കത് സഫർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞു പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഫേസ് ചെയ്യാനോ ഒന്നും അവർക്ക് വയ്യ. അപ്പൊ അതുകൊണ്ടാണ് എന്നുള്ളതാണ്, ആ ഒരു പേടിയാണ് അവർക്കുള്ളത്. മുൻപ് പലപ്പോഴും അത്തരം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നിന്ന് അവർക്ക് ഒത്തിരി ട്രോമാസ് വന്നിട്ടുണ്ടാകാം. അതൊക്കെ ഇനിയും ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അതായിരിക്കും അവരിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇവരുടെ മനസ്സിൽ ഇവരുടെ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു 10 ഓഫ് കപ്സ് എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ അവര് എപ്പോഴും ഓർക്കുന്നുണ്ട്, അവരുടെ മനസ്സിലും നിങ്ങൾ ആ ഒരു രീതിയിലാണ് അവർ കാണുന്നത്. നിങ്ങളാണ് ഒരു അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് തന്നെ നിങ്ങളുമായിട്ട് നല്ല താല്പര്യമുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടാകാം, ഇതുപോലെ അവരെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല, നിങ്ങളാണ് ദി ബെസ്റ്റ്, ഇനി ആർക്കും ഇത്രയും എന്നെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ ആർക്കും ഇത്രയും ആരെയും സ്നേഹിക്കാനായിട്ട് കഴിയില്ല, ഇതുപോലെ ഒക്കെ എന്നൊക്കെ അവർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ ഇപ്പോൾ അവര് ഓർക്കുന്നുമുണ്ട്. പക്ഷെ ഇതാണ് അവരുടെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ ഈ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇവർക്ക് ഉണ്ട്. പക്ഷെ ഇവരത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ഇന്നസെന്റ് ആണ്, ചൈൽഡിഷ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തുള്ള വ്യക്തിയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്നൊക്കെ അങ്ങനെ ഊരി പോരാനായിട്ട് പറ്റിയ ഒരു വക്രബുദ്ധിയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അങ്ങനെ ഒരു വക്രബുദ്ധിയൊന്നും അവർക്കില്ല. അങ്ങനത്തെ ഒരു മൈൻഡുള്ള വ്യക്തിയല്ല ഇവര്. എന്താണ് അത് നേരെ വാ നേരെ പോ എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ചില കാര്യങ്ങൾക്ക് ക്രൂക്കഡായിട്ടൊക്കെ അവർ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇത്രയും ഒരു വക്രബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകാനൊന്നും അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചെറിയ ചെറിയ കൊച്ചു നുണകളൊക്കെ പറഞ്ഞ് പിടിച്ചു നിന്ന കാര്യങ്ങളൊക്കെ സമർത്ഥിച്ച് പോകാനൊക്കെ ഒരു സാമർഥ്യം ഇവർ കാണിച്ചിട്ടുണ്ടാകാം. അപ്പോൾ പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇത്രയും ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കിടക്കാൻ മാത്രം ഒരു ബുദ്ധിയോ ഒരു സാമർഥ്യമോ ഒന്നും ഈ ഒരു പേഴ്സൺ, അത്തരത്തിലുള്ള കഴിവുകളൊന്നും ഈ ഒരു തൻ്റെ ഇടം ഒന്നും ഇവർക്കില്ല. അപ്പോൾ അതാണ് നമുക്കിവിടെ ഇവരുടെ ഒരു എനർജി ആയിട്ട് പറയാനായിട്ട് സാധിക്കുക. അത് മാത്രമല്ല, ഇവർക്ക് ഇപ്പോൾ ഉള്ള ഒരു സ്ഥലവും മടുത്തിരിക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് എസ്കേപ്പ് ആയിട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ശരിക്കും മടുത്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ആകെ മടുത്ത് വല്ലാതിരിക്കുകയാണ്. പക്ഷെ അവിടെ തന്നെ പിടിച്ചു നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയുമാണ് അവർക്ക്. അതായത് അവരെ ഇപ്പോൾ ആകെ കുഴപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണോ എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒരേ ടൈപ്പുള്ള വ്യക്തികളായിരിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകം പറയാം, ഇവര് നിങ്ങളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള വ്യക്തികളല്ല. അവരുടെ ഒരു സാഹചര്യം കൊണ്ട് ഇനി എന്തെങ്കിലും ഒരു ചീറ്റിംഗ് നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് അവരുടെ നിവൃത്തികേട് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ട് മനഃപൂർവ്വമായിട്ട് പ്ലാൻ ചെയ്ത് പർപ്പസ്ഫുള്ളി കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് നിങ്ങളെ ചേച്ചിട്ട് പോയിട്ടുള്ളവരൊന്നുമല്ല. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് ശുദ്ധഗതിക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ എനർജിയാണ് ഇത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവരിപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ വല്ലാത്തൊരു മൈൻഡിലാണ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ അതിനുള്ള ഒരു ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ഗഡ്സും ഇല്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇവരുടെ ഒരു എനർജി ആയിട്ട് ഇതിനകത്ത് നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ ഒരു ചാരിയറ്റ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് ഒരു ആക്ഷൻ കാർഡാണ്. അത് പ്രത്യേകിച്ച് ഇതിൽ വരുമ്പോഴും ആക്ഷൻ മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ഇവർ കൺഫ്യൂസ്ഡ് അടിക്കുന്നു എന്നാണ് പിന്നീട് വരുന്ന കാർഡിലെല്ലാം കാണുന്നത്. അപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഈ മൈൻഡ് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. പക്ഷെ ഇവരുടെ ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ മൈൻഡിൽ മൊത്തം നിങ്ങളാണ് എന്നുള്ളത്. നിങ്ങളോടുള്ളൊരു സ്നേഹമാണ്, അതിനപ്പുറം ആരുമില്ല. പക്ഷെ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് അതൊന്നും കാണിക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു എനർജിയാണ് ഈ വ്യക്തികളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ,
ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1987 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ സെക്കൻഡ് ക്ലൂ ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സെൽഫ് എംപ്ലോയ് എന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സപ്പോർട്ടീവ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. നമ്പർ 9 കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഷോർട്ട് ടെമ്പേർഡ് കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. 2023 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. ലെറ്റർ കെ. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകളായിരിക്കാം, അല്ലെങ്കിൽ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകാം. നമ്പർ 10 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 1990 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. 1998 പെയിന്റിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2005 നമ്പർ 41 ഡ്രൈവർ. 1982 1994 ഗ്രീൻ കളറായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളറ്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫുട്ബോൾ കളിക്കാനും കാണാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാകാം. ജാനുവരി മന്ത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഹോണസ്റ്റ്. ഓക്കെ. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ഡാൻസ്. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്. നമ്പർ 50 നമ്പർ 34 കൈൻഡ്നെസ്. നമ്പർ 38 ആണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ക്ലൂ. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.